ഓക്കെ, ശ്രീ മുഹമ്മദ്, വീണ തൈക്കണ്ടിയിൽ ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. വീണ തൈക്കണ്ടിയിൽ താമസിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വിജയൻ്റെ വാടക വീട്ടിലാണ്. സ്വാഭാവികമായിട്ടും ED ഉദ്യോഗസ്ഥർ ആ വീട്ടിലേക്ക് പോകും. അത് ഈ വിജയനെതിരെയുള്ള ഒരു നീക്കമല്ല, ദുഷ്ടലാക്കോടെയുള്ള ഒരു നീക്കമല്ല. പക്ഷേ അതിനെ അങ്ങനെയാണ് വിവക്ഷിച്ചത്. അങ്ങനെയൊരു വ്യാഖ്യാനം അതിന് നൽകി പ്രവർത്തകരെ, അണികളെയൊക്കെ തെരുവിലിറക്കുന്നു. അങ്ങനെ തെരുവിലിറങ്ങിയ അണികൾ അക്രമാസക്തരാകുന്നു. ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വധശ്രമം, ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചാർത്തിയിരിക്കുന്നത്. നോക്കൂ, ED ഉദ്യോഗസ്ഥർ അവരന്വേഷണം നടത്തിപ്പോയിക്കോട്ടെ. പിണറായി വിജയൻ എപ്പോഴും നിയമസഭയിൽ പറയുന്നത് എന്താ? ഈ കൈകൾ ശുദ്ധമാണെന്നല്ലേ. അദ്ദേഹത്തിൻ്റെ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ED അന്വേഷണത്തെ ഭയപ്പെടുന്നത്? പക്ഷേ പ്രകോപിതരായ ED ഉദ്യോഗസ്ഥർ അവർ നിയമ നടപടികൾ കടുപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഒരു അന്വേഷണത്തിന് വന്ന് ആരും അറിയാതെ, ഇരുചെവിയെ അറിയാതെ അന്വേഷിച്ച് പോകുന്ന ഉദ്യോഗസ്ഥരെ ഈ വീണയ്ക്കെതിരെയുള്ള നടപടികൾ കടുപ്പിക്കാൻ അങ്ങനെ ഒരു നീക്കത്തിന് പ്രേരിപ്പിച്ചത് ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ട് പ്രേരിപ്പിച്ചത് ഈ പാർട്ടി അണികൾ തന്നെയല്ലേ. മാത്രമല്ല, വീണ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഗുരുതര സ്വഭാവം അത് കൃത്യമായി SFIO റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും വീണയെ വെള്ളപൂശുന്ന ഒരു നീക്കം ആണ് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വിഷയമൊന്നുമല്ല. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും അനുഭവിച്ചേ മതിയാവൂ, അല്ലേ? ഉപ്പ് വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള വീണയ്ക്കെതിരെയുള്ള ഒരു നിയമ നടപടിയെ ഇടതുമുന്നണിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്നൊക്കെ വ്യാഖ്യാനം നൽകിയത് തന്നെ തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഇപ്പോൾ രാജ്യവ്യാപകമായി നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ വ്യക്തിയുടെ മകളുടെ പേര് വന്നതുകൊണ്ട് മാത്രമാണ് ഈ എക്സാലോജിക്കും CMRL-ഉം തമ്മിലുള്ള ഈ കരാർ. ആ കരാറിലൂടെ ഷാജഹാൻ സംസാരിച്ച സമയത്തിന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, അതിലൊന്നും അതിൽ പിന്നെ യാതൊരുവിധ സേവനവും നൽകിയിട്ടില്ല. ഒരു AMC, ഒരു സ്ഥാപനവുമായി ഒരു AMC ഉണ്ടായാൽ, ഒരു കരാർ ഉണ്ടായാൽ അവിടെ എന്തെങ്കിലും സേവനം ആവശ്യമുണ്ടെങ്കിലാണ് സേവനം നൽകുക. ആ സേവനം നൽകിയില്ലെങ്കിൽ ആ AMC കാലഘട്ടത്തിലെ അവർക്കുള്ള വേതനം അവർ കൈപ്പറ്റും. ഏതൊരു സ്ഥാപനത്തിലുള്ളയും AMC നമ്മൾ പരിശോധിച്ചാൽ അത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. അങ്ങനെ ഒരു കമ്പനികൾ തമ്മിലുള്ള ഒരു കരാറിനെ വീണയുമായി തന്നെ വ്യക്തിപരമായി ബന്ധിപ്പിക്കുന്നതിൽ യാതൊരുവിധ സാങ്കേതികവുമില്ല. മാത്രമല്ല, അത് പിണറായി വിജയൻ്റെ മകളാണ് എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിലേക്ക് റെയ്ഡ് നടത്തി. അത് രാജ്യവ്യാപകമായി മുൻ ഡൽഹി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ, അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയുടെ വീട്ടിൽ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ, അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ വീട്ടിലൊക്കെ ED-യും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നരനായാട്ടുകളെ അവിടെയുള്ള ജനങ്ങൾ പ്രതിരോധിച്ചതാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതൊരു ജനകീയമായ ഒരു പ്രതിരോധമായിരുന്നു. ആ പ്രതിരോധത്തെ പോലും മറ്റു രീതിയിൽ കണ്ടതൊരു കേസുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ED-യെ കുറ്റപ്പെടുത്താൻ പാടില്ല, ED-യെ വിമർശിക്കാൻ പാടില്ല, രാജ്യത്തെ സംവിധാനങ്ങളെയൊക്കെ വിമർശനാതീതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളുടെ പ്രതിരോധത്തെ പിണറായി വിജയൻ്റെ ഒരാവശ്യമായി കണ്ട്, വീണയുടെ ഒരാവശ്യമായി കണ്ട് ചുരുക്കുന്നതിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെയാണ് പ്രതിരോധിക്കുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കെ CMRL പറഞ്ഞിട്ടുള്ള വീണ പണം കൈപ്പറ്റി എന്ന് പറയുന്ന അതേ ലിസ്റ്റിൽ തന്നെയുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ വ്യവസായ മന്ത്രിയും ഒക്കെ അതിൽ ഉൾപ്പെടുന്ന പേരുകൾ അതിൽ കാണുന്നുണ്ട്. അവർക്കെതിരെ ഒന്നും പരാമർശമില്ലാതെ ഈ ഒരു വീണ വിജയന്റെ പേര് 1.7 കോടി രൂപ കൈപ്പറ്റി എന്ന് പറഞ്ഞത് ഇപ്പൊ 2.7 കോടിയാണെന്ന് പറഞ്ഞ് ഇപ്പൊ വീണ്ടും വരികയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയാണ് പണം കൈപ്പറ്റിയത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവർ ഒളിച്ചു വെക്കുന്നൊന്നുമില്ലല്ലോ. അതിപ്പോൾ അങ്ങനെ കൊടുക്കാമല്ലോ, ഡൊണേഷനായിട്ട് സ്വീകരിക്കാമല്ലോ. ഇത് അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ട് അവർ പണം കൈപ്പറ്റി, എന്താണ് അവർ പണം കൈപ്പറ്റാനുള്ള സ്രോതസ്, CMRL-ഉമായിട്ടുള്ള ബന്ധം, അത് ചർച്ച ചെയ്യാൻ ഇന്ന് മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല.
അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് വീണ വിജയനുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു കരാറിന്റെ വ്യക്തിപരമായി പണം കൊടുത്തതല്ല. രണ്ട് കമ്പനികൾ തമ്മിൽ കരാറുള്ളതാണ്. ആ കരാറിന് ആ കമ്പനിയിലെ MDയോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ പണം കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ രക്ഷിതാക്കളാണ് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രമുഖരായ ആളുകൾക്കെതിരെ ഉണ്ടാകുന്ന ഈ പ്രതികരണത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇന്ത്യയിൽ ഒരുപാട് നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, മുഖ്യമന്ത്രിയായ ആളുകളെ ഒക്കെ കൊണ്ടുപോയി ഇപ്പൊ തന്നെ ആസാമിലെ, അതുപോലെ തന്നെ ഇപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ബംഗാളിൽ അധികാരി ഇപ്പോ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് അദ്ദേഹം കുറ്റക്കാരനാണെന്നാണ്. ആ ആളെ കൊണ്ടുപോയി പിണറായി വിജയൻ എന്തിനാണ് ഭയക്കുന്നത്? പിണറായി വിജയന് പങ്കില്ല, ഡീലിൽ പങ്കുണ്ട്. നോക്കൂ, പിണറായി വിജയൻ ബാലകൃഷ്ണന്റെ വീട്ടിൽ ED റെയ്ഡിന് വന്നപ്പോൾ, അതായത് ബിനീഷ് കോടിയേരി ഒരു കേസിൽപ്പെട്ട അകത്ത് കിടക്കുന്നു. അതിൽ റെയ്ഡ് വന്ന സമയത്ത് അവിടെ അണികളാരും ഉണ്ടായിരുന്നില്ലല്ലോ, പാർട്ടി നേതാക്കന്മാർ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് പിണറായി പറഞ്ഞത് താങ്കൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും അല്ലേ? അത് പിന്നെ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നുള്ള രീതിയിലാണ്. ഇവിടെ എന്തുകൊണ്ട്? അതുകൊണ്ടാണ് സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് ഓരോ സ്ഥലത്തും ഉണ്ടാവുക. അന്ന് അവിടെ ഉണ്ടായ പ്രതികരണം പോലെ അല്ല ഇവിടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അന്നെന്താ കോടിയേരിയുടെ മകനായതുകൊണ്ടാണോ? ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെതിരെ, അതുപോലെ തന്നെ ബീഹാറിൽ ഒക്കെ ഇപ്പൊ നിരന്തരമായ ഇപ്പൊ കനിമൊഴിക്കെതിരെ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഒരു മന്ത്രിക്കെതിരെ ഒക്കെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് വ്യാപകമായ അരാജകത്വം EDയും CBIയും സെൻട്രൽ ഏജൻസികൾ NIAയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം രാജ്യത്ത് രൂക്ഷമായി വന്ന ഒരു സാഹചര്യത്തിലുള്ള പൊതുജനങ്ങളുടെ പ്രതികരണമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. പിടിച്ചു വെക്കാൻ പറ്റില്ല ഇവിടെ, അതൊന്നും പറഞ്ഞ് ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ആ ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായപ്പോഴാണ് ഇത് ചർച്ചയാവുന്നത്. ഇവിടെ ഷാജഹാൻ സൂചിപ്പിച്ച സന്ദർഭത്തിൽ തന്നെ ഷാജഹാൻ ഇത് കോടതി ഇത് പറയട്ടെ, കോടതി അങ്ങനെയാണ് പറഞ്ഞത്, CMRL ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേസിന്റെ ഏതൊരു കേസിനും അതിനുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും, അതിന്റെ നൂലാമാലകൾ ഉണ്ടാകും, തെളിവുകൾ, സാക്ഷികളും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും ഒക്കെ തെളിവുകളുമായി വാദവും പ്രതിവാദവും നടത്തും. ആ കേസ് കോടതികൾ തെളിയിക്കട്ടെ. അതിനിടയിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കി ഒരു 10 വർഷക്കാലം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ വീട്ടിൽ, അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ, അദ്ദേഹം വീണ താമസിക്കുന്ന വീട്ടിൽ മാത്രമല്ലല്ലോ, നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നിട്ടില്ലേ? അവര് ഈ കേസ് ഉണ്ടാകുന്നതിന്റെ ശേഷം വിവാഹം ചെയ്ത മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ പോലും റെയ്ഡ് നടന്നു. അങ്ങനെ വ്യാപകമായ റെയ്ഡുകൾ നടത്തി ഒരു മുൾമുനയിൽ നിർത്തി അദ്ദേഹത്തിന്റെ ഒരു സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിർത്തിട്ടുള്ളത്.